ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിങ്കിൾസ്. ചിക്കൻ ഉപയോഗിച്ച് വ്യത്യസ്തമായ ഒരു ഡിഷാണ് ഇന്ന് തയ്യാറാക്കുന്നത്, ചിക്കൻ കോഫ്ത. ഇത് അപ്പം, ചപ്പാത്തി, ദോശ ഇതിനോടൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കോഫ്ത തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ വേവിച്ച ചിക്കൻ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ കോഫ്ത ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഇങ്ങനെ വേവിച്ചിട്ടല്ല ക്രഷ് ചെയ്യുന്നത്, റോ ചിക്കനാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ചിക്കൻ പേസ്റ്റായിട്ടാണ് കിട്ടുക. റോ ചിക്കൻ മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ കുക്ക് ചെയ്തിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാറ്. ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പച്ചമുളക് 2 എണ്ണം, അതും ഇതുപോലെ വളരെ ചെറുതായി കട്ട് ചെയ്തതാണ്. 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, രണ്ടും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ്. മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ നേരത്തെ ചിക്കനിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്താണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതിയാവും. ഇനി കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പുതിനയില കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് ഇത് ബോൾസാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ അത് ബോൾസാക്കി എടുക്കാൻ കുറച്ച് ഈസിയാവും. ഒരു ബൈൻഡിങ് എഫക്റ്റ് കിട്ടും കോൺഫ്ലവർ കൂടെ ചേർത്ത് കഴിയുമ്പോൾ. ചിക്കൻ കുക്ക് ചെയ്യാതെയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നതെങ്കിൽ കോൺഫ്ലവർ ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ബോൾസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം, എന്നാലേ നമുക്കിത് ബോൾസാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചിട്ട് ബോൾസ് ആക്കാൻ നോക്കാം. ഇപ്പോഴും കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർക്കുകയാണ്. ഇനി ഇത് മതിയാവും. നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. നന്നായിട്ട് പ്രസ് ചെയ്ത് ബോൾസാക്കി എടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോകും. ഓക്കെ, ഇത് മതിയാവും. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കാം. നമ്മുടെ കോഫ്ത ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ ബോൾസ് ഓരോന്നായിട്ട് സൂക്ഷിച്ച് എണ്ണയിലേക്ക് നമുക്ക് ഇടാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബോൾസ് അതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയിലോ ഒന്നും മുക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം ഇടേണ്ടത്. നമ്മൾ കോൺഫ്ലവർ കൂടെ ചേർത്ത് റെഡിയാക്കി എടുത്തത് കൊണ്ട് അത് പെട്ടെന്ന് ഒന്നും പറ്റില്ല. എന്നാലും നമ്മൾ തിരിച്ചൊക്കെ ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ ബോൾസായിട്ട് സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. എല്ലാ സൈഡും ഒരുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇതുപോലെ ബോൾസാക്കി എടുത്താൽ ഈ ബോൾസ് എല്ലാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ടായിരിക്കും, ഈ സെൻറ്റർ കുക്കായോ എന്നൊക്കെ. ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് കുക്ക് ചെയ്തതാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. എല്ലാ സൈഡും ഒരുപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്തായാലും ഒരു 10 മിനിറ്റ് എടുക്കും ഫ്രൈ ആയി കിട്ടാൻ. ഇപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്.
ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള ബോൾസ് കൂടെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ബോൾസ് ഇടാനുള്ള ഗ്രേവി തയ്യാറാക്കാം. ആ സെയിം പാനിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 പീസ് പട്ട, 2 ഏലക്ക, ഒരു ചെറിയ പീസ് തക്കോലം, 2 ഗ്രാമ്പൂ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സവാളയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കോഫ്ത ബോൾസിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് വേണം ഇനി ഉപ്പ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചതച്ചോ ചെറിയ പീസാക്കിയോ എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. സവാളയുടെ കളറൊക്കെ ഇതുപോലെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ ഒരു വലിയ ടൊമാറ്റോ ചെറിയ പീസാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി അതും 1/4 ടേബിൾ സ്പൂൺ. ഇനി മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ആ പേസ്റ്റ് സെയിം പാനിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോട്ട് ചെയ്യണേ. ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് സ്പൈസി ആകാനായിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ കുറച്ച് എരിവ് മതിയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അധികം പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം ഫ്രഷ് ക്രീം ചേർത്താലും മതിയാവും. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരാനാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കോഫ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയായ ചിക്കൻ കോഫ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ടിങ്കിൾസ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.